വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം പുറപ്പാട് 2-ാം അധ്യായം 8-ാം വാക്യം. കന്യക ചെന്നു പൈതലിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. അഹരോന്റെയും മോശയുടെയും മൂത്ത സഹോദരിയായിരുന്നു മിരിയാം. ഞാങ്ങണപ്പെട്ടകത്തിൽ നദിയിൽ വെച്ച് ശിശുവിന് എന്ത് സംഭവിക്കും എന്നറിയുവാൻ ധൈര്യത്തോടെ കാത്തുനിന്ന ബാലികയായിരുന്നു മിരിയാം. ഇസ്രായേൽ ജനതയെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയോടൊപ്പം പ്രവർത്തിച്ച ധീര വനിതയായിരുന്നു അവൾ. ചെങ്കടൽ കടന്ന ഇസ്രായേലിലെ സ്ത്രീജനങ്ങളെ തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ നയിച്ച പ്രവാചകിയായിരുന്നു അവൾ. സ്ത്രീകൾ അവിവാഹിതരായി ജീവിക്കുന്നതിനെക്കുറിച്ച് സമൂഹം ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ പോലും അവിവാഹിതരായി ജീവിതം നയിച്ച ഏകാന്ത പഥികയായിരുന്നു അവൾ. ഇതിനുമപ്പുറം എന്ത് മാഹാത്മ്യമാണ് ഈ സ്ത്രീരത്നത്തിന് വേണ്ടത്? ഇത്രയധികം ധൈര്യവും ഊർജ്ജസ്വലതയുമൊക്കെ മിരിയാമിന് എവിടെ നിന്നാണ് ലഭിച്ചത്? അതിനുള്ള ഏക ഉത്തരം ദൈവഭക്തയായ തൻ്റെ മാതാവിൽ നിന്നും ആണ്. എന്നാൽ ഇന്ന് നമുക്ക് മിരിയാമിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് സംഗീതജ്ഞയായ മിരിയാം. ഈണവും താളവും ചടുലതയും ഒക്കെയുള്ള വ്യക്തിത്വമായിരുന്നു മിരിയാമിൻ്റേത്. അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിവേകത്തോടും താളാത്മകതയോടെയും ആയിരുന്നു ചെയ്തു പോന്നിരുന്നത്. തൻ്റെ കുഞ്ഞനുജനെ സംരക്ഷിക്കുവാൻ മാതാവിനെ സഹായിക്കുന്നത് മുതൽ മാതാവിനെയും കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ അടുക്കലെത്തുന്നത് വരെയും അവളുടെ പ്രവൃത്തികൾ അടുക്കും ചിട്ടയുമായിട്ട് ഉള്ളതായിരുന്നു. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം മിരിയാം പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ചെങ്കടലിൻ്റെ അനുഭവത്തിലാണ്. അതുവരെ ആർക്കും ഭാരമാകാതെ നിശബ്ദമായ ഒരു സാന്നിധ്യവും സേവനവും ഒക്കെ പകർന്ന് ശുശ്രൂഷകൾ നിർവഹിച്ചു എന്നാണ് മിരിയാമിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ട ചെങ്കടൽ താണ്ടിയ ജനത്തെ ധൈര്യപ്പെടുത്തുവാനും അതിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരം പാഴാക്കാതെ തക്കത്തിൽ മിരിയാം വിനിയോഗിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇവിടെ തൻ്റെ സംഗീതം എന്ന കലയെ പരിപോഷിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ സംഘത്തിൻ്റെ നായികയായി അന്നത്തെ ഗായക സംഘത്തിന് നേതൃത്വം നൽകുവാനായിട്ട് മിരിയാമിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ നാം എപ്പോഴും സന്നദ്ധരായിട്ടുണ്ടോ? രണ്ടാമതായിട്ട് പ്രവാചകിയായ മിരിയാം. ആദ്യത്തെ പ്രവാചകിയായിരുന്നു മിരിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ ധൈര്യം പകരുവാൻ മിരിയാമിന് സാധിച്ചു. മഹോന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ജീവനും ജീവിതവും മടക്കി നൽകിയത് ദൈവമാകുന്നു. ഇത് മിരിയാമിൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. താൻ ചെറുപ്പത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം അതാണ്. കാരണം തൻ്റെ കുഞ്ഞ് സഹോദരൻ്റെ ജീവൻ മിസ്രയീമിലെ രാജാവിൻ്റെ കയ്യിൽ നിന്നും സൂതികർമ്മിണികളുടെ കയ്യിൽ നിന്നും മഹാനദിയിൽ നിന്നും രാജകുമാരിയുടെ പക്കൽ നിന്നും വിടുവിച്ചതായ ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവമാണ് തൻ്റെ ജനതയെ ചെങ്കടലിൽ നിന്നും വിടുവിച്ചത്. ആ ദൈവത്തെ പ്രവാചകിയായ മിരിയാം ജനത്തിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് കാദേശിലെത്തി. എന്നാൽ അവിടെ വെച്ച് മിരിയാം മരണമടയുന്നതായി സംഖ്യാപുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്ര സംവത്സരം ജീവിച്ചു എന്ന് മാത്രം മിരിയാമിനെക്കുറിച്ച് ഇവിടെ കാണുന്നില്ല. എന്നാൽ ഇസ്രായേലിലെ ഒന്നാമത്തെ പ്രവാചകിയാകുവാനായിട്ട് മിരിയാമിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇപ്രകാരം നാം ആയിരിക്കുന്ന ഇടങ്ങളിലും മറ്റുള്ളവർക്ക് നന്മ പകരുവാനായിട്ട് നമുക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് നൽകിയിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും ശരിയായ നേതൃത്വം പകരുവാനും ഞങ്ങളെ ഇന്ന് ദിവസം സഹായിക്കണമേ. ആമേൻ.